ഇപ്പോൾ അവർ ഭരണത്തിൽ വരുമെന്നൊരു ഒരു കാര്യം അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവർക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഈ ടൗൺഷിപ്പിന്റെ പിതാക്കന്മാരായി മാറാൻ വേണ്ടി അവരിനി ചെയ്യാൻ പോകുന്ന നാടകം എന്ന് പറയുന്നത്, അവിടെ തീർച്ചയായും ഇതുവരെ ഇവിടെ കാലുകുത്താത്ത MLA യും MP യും ഒക്കെ വന്നു തുടങ്ങും. വന്നു കഴിഞ്ഞിട്ട് ടൗൺഷിപ്പിന് പിന്തുണ പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഥവാ ഭരണം കിട്ടിയാൽ അവരെന്താക്കും, പിന്നെ പിരിച്ച പൈസയും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഈ ടൗൺഷിപ്പ് ഭാഗമായിട്ട് അങ്ങ് ചേർന്ന് പോകുന്ന പ്രവൃത്തി ഉണ്ടാവും. അതിൻ്റെ ആരംഭമാണ്, അതിൻ്റെ ട്രയൽ റണ്ണാണ് അക്ഷരാർത്ഥത്തിൽ കൽപ്പറ്റ MLA ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണം ടൗൺഷിപ്പിൽ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. ആ അവസരത്തിലാണ് കഴിഞ്ഞ ദിവസം കൽപ്പറ്റ MLA ഈ ടൗൺഷിപ്പ് സന്ദർശിക്കുകയും ഇതിനെക്കുറിച്ച് സർക്കാരിന് പരോക്ഷമായ ഒരു പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ MLA ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് യുവജനതാദളിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷൈജൽ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ഇപ്പോൾ രാത്രിയിലും ടൗൺഷിപ്പിൽ വീടുകളുടെ നിർമ്മാണം അങ്ങനെ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം MLA ഒരു രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന തരത്തിലേക്ക് ഇവിടെ വന്നത്, സന്ദർശനം നടത്തിയത്. ഇതിനെ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇതൊരു നാടകം എന്നാണോ യുവജനതാദൾ ഇപ്പോൾ ആരോപിക്കുന്നത്? MLA ഇത്തരത്തിലൊരു പ്രഹസനമായി മാറുക എന്നൊരു അഭിപ്രായമുണ്ടോ? തീർച്ചയായും. കാരണം നമ്മൾ MLA നമുക്ക് അംഗീകരിക്കാൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇവിടെ വന്ന സന്ദർശനമൊക്കെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ CMDRF ഫണ്ട് കൊടുക്കുന്ന ആ സമയം മുതൽ ഇതിനെതിരെ സർക്കാരിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം വളരെ കൃത്യമായിട്ട് പണം നൽകരുതെന്ന് പറഞ്ഞു തുടങ്ങി. അതിനുശേഷം അത് കഴിഞ്ഞ് അവർ പണം പിരിച്ചെടുത്തു, വീട്ടിൽ അവർ നൽകുന്നു എന്ന് പറഞ്ഞ പണം പിരിച്ചെടുത്തു. ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തറക്കല്ലിടുന്ന അന്ന് ആ വേദിയിൽ പങ്കെടുത്ത ശേഷം പിന്നീട് ഒരിക്കൽ പോലും MLA ഉണ്ടായിട്ടില്ല, MP ഉണ്ടായിട്ടില്ല, ഈ പ്രദേശത്തിന് MP ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന, മാധ്യമങ്ങൾക്കറിയാം, നിങ്ങളുടെ മുമ്പിലാണ് ഒരു സിനിമാ കഥയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലേക്ക് ജൂൺ 30 തുടങ്ങിയ ലേലം വിളിയാണ്. ജൂൺ 30 പിന്നെ നമുക്ക് പിന്നെ ലാസ്റ്റ് പത്രക്കാർക്ക് പറയാൻ തുടങ്ങി എല്ലാ മാസവും ഉപ്പ് ഉണ്ടല്ലോ എന്നുള്ളത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം എന്താ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ പറഞ്ഞത്, 28-ാം തീയതി കോൺഗ്രസിന്റെ ജന്മദിനം ഡിസംബർ 28, അന്ന് ഞങ്ങൾ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും എന്നാ പറഞ്ഞത്. അവിടെ ഒരു കബളിപ്പിക്കൽ കൂടി ഉണ്ട്. ഭൂമിയുടെ നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പൂർത്തിയായി രജിസ്ട്രേഷൻ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. 28-ാം തീയതിയും ഈ പറഞ്ഞതുപോലെ മുമ്പ് കബളിപ്പിച്ചതുപോലെ തന്നെ വീടുണ്ടായില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാനത് അങ്ങനെ പറഞ്ഞതല്ല, 10-ാം തീയതി നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. 10-ാം തീയതി നടക്കില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ വാചകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവിടെ രജിസ്ട്രേഷൻ കാര്യം നടക്കുന്നേ ഉള്ളൂ എന്ന് വന്നു. അപ്പോൾ അടുത്ത അദ്ദേഹത്തിന്റെ നാടകം ആണ് ഇപ്പോൾ ഈ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജനപ്രതിനിധികളായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മെമ്പർ അടക്കമുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് ഒരു സന്നാഹത്തെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥിരം ഇപ്പോൾ ഈ റീൽസ് ആണല്ലോ ഇവരുടെ ഒരു കോൺഗ്രസിന്റെ പുതിയ സംസ്കാരം. പണ്ട് നമ്മൾ കതിറിട്ട് നടക്കുന്ന ആളുകളെ പറ്റി പറയുന്നത്, ഇന്നത്തെ കോൺഗ്രസ്സുകാർ കതിറിനേക്കാൾ അപ്പുറത്തേക്ക് അവർ റീൽസ് സംസ്കാരമാണല്ലോ. ആ റീൽസ് എടുക്കുന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു റീൽസ് മോഡലിൽ കടന്നു വന്നുകൊണ്ട് ഇവിടെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ എന്താകുന്നത്, ഇവിടെ നിർമ്മാണ പ്രവൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വിലയിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായി ഇതിനൂടെ ചേരുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. ഞങ്ങളുടെ ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് വീടെടുക്കാൻ പോകുന്നില്ല, മറിച്ച് ഇപ്പോൾ അവർ ഭരണത്തിൽ വരുമെന്നൊരു ഒരു കാര്യം അവർ പറയുന്നുണ്ടല്ലോ. അങ്ങനെ അവർക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഈ ടൗൺഷിപ്പിന്റെ പിതാക്കന്മാരായി മാറാൻ വേണ്ടി അവരിനി ചെയ്യാൻ പോകുന്ന നാടകം എന്ന് പറയുന്നത്, അവിടെ തീർച്ചയായും ഇതുവരെ ഇവിടെ കാലുകുത്താത്ത MLA യും MP യും ഒക്കെ വന്നു തുടങ്ങും. വന്നു കഴിഞ്ഞിട്ട് ടൗൺഷിപ്പിന് പിന്തുണ പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഥവാ ഭരണം കിട്ടിയാൽ അവരെന്താക്കും, പിരിച്ച പൈസയും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഈ ടൗൺഷിപ്പ് ഭാഗമായിട്ട് അങ്ങ് ചേർന്ന് പോകുന്ന പ്രവൃത്തി ഉണ്ടാവും. അതിൻ്റെ ആരംഭമാണ്, അതിൻ്റെ ട്രയൽ റണ്ണാണ് അക്ഷരാർത്ഥത്തിൽ കൽപ്പറ്റ MLA ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഏതായാലും കൽപ്പറ്റ MLA ഇത്തരത്തിൽ ടൗൺഷിപ്പിൽ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ആദ്യം സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുകയും പിന്തുണ നൽകാതിരിക്കുകയും ചെയ്ത MLA പിന്നീട് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നാടകം കളിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തി, ഇത്തരത്തിലൊരു റീൽസിന് വേണ്ടി ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയെന്നൊരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ യുവജനതാദളിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷൈജൽ ഉന്നയിച്ചിരിക്കുന്നത്.